പശ്ചിമേഷ്യയിൽ അടുത്തിടെയുണ്ടായ സൈനിക സംഘർഷങ്ങളും അതിന്റെ പ്രത്യാഘാതമായി ആഗോള ഊർജ്ജ വിപണിയിൽ രൂപപ്പെട്ട അനിശ്ചിതത്വവും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ നയത്തിൽ പുതിയ ചിന്തകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ഭൂരിഭാഗം ക്രൂഡ് ഓയിൽ ആവശ്യവും നിറവേറ്റപ്പെടുന്നത്. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായാൽ പോലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, വ്യവസായ മേഖല, ഗതാഗത സംവിധാനം, വൈദ്യുതി ഉൽപാദനം എന്നിവയെ അത് നേരിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ മാത്രമല്ല LPG, LNG തുടങ്ങിയ പ്രധാന ഇന്ധനങ്ങളുടെ തന്ത്രപ്രധാന കരുതൽ ശേഖരം ഗണ്യമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പൽ ഗതാഗതത്തെ ചൊല്ലിയുള്ള ആശങ്കകൾ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വലിയ ചാഞ്ചാട്ടങ്ങൾ എന്നിവ ഇന്ത്യയെ കൂടുതൽ ജാഗ്രതയിലേക്ക് നയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആവശ്യമായ എണ്ണയുടെ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നതിനാൽ വിതരണ ശൃംഖലയിൽ ചെറിയ തടസ്സമുണ്ടായാലും അതിന്റെ പ്രത്യാഘാതം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് പ്രകടമാകും. ഇത്തരത്തിലുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിനായി കുറഞ്ഞത് 40 ദിവസത്തിന് ആവശ്യമായി കരുതൽ ശേഖരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി മുന്നോട്ടു പോകുന്നത്. ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികൾ ഏറെക്കാലമായി തന്ത്രപ്രധാന ഇന്ധന സംഭരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ചൈന അതിന്റെ മികച്ച ഉദാഹരണമാണ്. ആഭ്യന്തര എണ്ണ ഉൽപാദനം ഉണ്ടായിട്ടും ഉപഭോഗം വളരെ കൂടുതലായതിനാൽ ഭാവിയിലെ പ്രതിസന്ധികൾ നേരിടാൻ വൻതോതിൽ ക്രൂഡ് ഓയിൽ സംഭരിക്കുകയാണ് ആ രാജ്യം ചെയ്യുന്നത്. ജപ്പാനാകട്ടെ സ്വന്തമായി വലിയ എണ്ണ വിഭവങ്ങൾ ഇല്ലെങ്കിലും സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ കമ്പനികളും ചേർന്നുള്ള കാര്യക്ഷമമായ സംഭരണ സംവിധാനത്തിലൂടെ ദീർഘകാലത്തേക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കിയ രാജ്യമായി കണക്കാക്കപ്പെടുന്നു. ഈ മാതൃകകൾ ഇന്ത്യയും ഗൗരവമായി പഠിച്ചു വരികയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള തന്ത്രപ്രധാന ക്രൂഡ് ഓയിൽ സംഭരണ ശേഷി രാജ്യത്തിന്റെ ആവശ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും പരിമിതമാണ്. നിലവിലെ ശേഖരം ഏതാനും ദിവസത്തെ ആവശ്യത്തിന് മാത്രമാണ് മതിയാവുക. യുദ്ധം, സാമ്പത്തിക ഉപരോധം, കടൽ ഗതാഗത തടസ്സം, പ്രകൃതി ദുരന്തം തുടങ്ങിയ കാരണങ്ങളാൽ ഇറക്കുമതി തടസ്സപ്പെട്ടാൽ നിലവിലെ ശേഖരം കൊണ്ട് ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഭൂഗർഭ സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഒഡീഷ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ പുതിയ സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണ്. പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂഗർഭ പാറകളിൽ നിർമ്മിക്കുന്ന സംഭരണശാലകൾ സുരക്ഷയുടെ കാര്യത്തിൽ ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ രാജ്യത്തിന് ആവശ്യമായ ഇന്ധനം വേഗത്തിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഈ കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിനൊപ്പം LPGയുടെയും LNGയുടെയും സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നു. ക്രൂഡ് ഓയിലിനെ അപേക്ഷിച്ച് ഈ ഇന്ധനങ്ങൾ സംഭരിക്കുന്നത് കൂടുതൽ സങ്കീർണമാണ്. ഉയർന്ന മർദ്ദവും അതിതാഴ്ന്ന താപനിലയും നിയന്ത്രിക്കാൻ കഴിയുന്ന അത്യാധുനിക സംഭരണ സംവിധാനങ്ങളാണ് ഇതിന് ആവശ്യമായത്. ചോർച്ച, തീപിടുത്തം, സ്ഫോടനം എന്നിവയുടെ സാധ്യത കുറയ്ക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള സുരക്ഷാ സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും നിർബന്ധമായും ഒരുക്കേണ്ടി വരും. ഊർജ്ജ സുരക്ഷ വെറും ഇന്ധന സംഭരണവുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമല്ല. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, വ്യവസായ ഉൽപാദനം, കൃഷി, ഗതാഗതം, ദേശീയ സുരക്ഷ എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു തന്ത്രപ്രധാന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ദീർഘകാല ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള നയം ഇന്ത്യയുടെ ഭാവി വികസനത്തിന് നിർണായകമായ നിക്ഷേപമായാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ സംഭരണ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ ആഗോള വിപണിയിലെ വിലക്കയറ്റവും വിതരണ പ്രതിസന്ധികളും ഇന്ത്യയെ മുൻകാലത്തെ പോലെ ശക്തമായി ബാധിക്കാനുള്ള സാധ്യത കുറയും. അതോടൊപ്പം അന്താരാഷ്ട്ര പ്രതിസന്ധികളുടെ സമയത്തും രാജ്യത്തിന്റെ ഇന്ധന ലഭ്യതയും സാമ്പത്തിക സ്ഥിരതയും കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ നീക്കം സഹായിക്കും. അതിനാൽ ക്രൂഡ് ഓയിൽ, LPG, LNG എന്നിവയുടെ ദീർഘകാല കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന നടപടിയായാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.